അല്ല കേട്ടോ, ഇന്ന് നീലാകാശമല്ല, ഇന്ന് എൻ്റെ ഭൂമിയിലെ ഒരു സാധനം കണ്ടാലോ എപ്പോഴും ഏറി തന്നെയാണോ ചേട്ടാ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ ഓഫ് ഡേ വീഡിയോ. ഈ സീസണിൽ ബാംഗ്ലൂർ മൊത്തം പിങ്ക് പൂക്കളോട് നിറഞ്ഞിരിക്കുക. എവിടെ പോകാനിറങ്ങിയാലും ഈ പിറ്റ് സ്റ്റോപ്പ് എനിക്ക് മസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ചായക്കട. നോമ്പ് സീസണായിട്ട് നല്ല അടിപൊളി പലഹാരങ്ങളും. എന്തു വാങ്ങി തിന്നണമെന്നുള്ള സംശയത്തിലായിരുന്നു. എന്നാൽ പിന്നെ ഒരു കേരള സ്റ്റോറി അങ്ങ് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. ഒരു ബീഫ് സമൂസയും കാച്ചി. കേരള അല്ലാത്തതുകൊണ്ട് ബീഫ് എന്ന് പറഞ്ഞുകൂടാത്തോണ്ടായിരിക്കും ഇവരിവിടെ ഇതിനെ ഇറച്ചി സമൂസ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നേരെ ഭാരത സിറ്റി. എന്ത് ഭംഗിയല്ലേ ഈ പിങ്ക് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ. പിങ്ക് ട്രംഫറ്റ് എന്നെന്തോ ആണ് ഇതിന് പറയുന്നത്. ഇത്രയും നല്ലൊരു സീനറി കിട്ടുമ്പോൾ പോസ് ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം പിന്നെ ഞാനൊരു വൈബ് അങ്ങ് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഗോൾഡൻ അവറും പിങ്ക് പൂക്കളും നല്ല സമാധാനം തരുന്ന ഒരു കോംബോ ആണ് കേട്ടോ. അതുകൊണ്ട് കുറേ നേരം ഞാൻ അവിടെ ഒറ്റയ്ക്ക് കറങ്ങി അടിച്ചടന്നു. അങ്ങനെ ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മുകളിലൊന്ന് കയറിയേക്കാം. അങ്ങനെ മുകളിലെത്തിയപ്പോൾ പുറത്തെന്തോ എക്സിബിഷൻ നടക്കുന്നു. പക്ഷേ കാണുന്ന ഈ ചന്തൊക്കെ ഉള്ളു കേട്ടോ. വില കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഞാൻ വിചാരിച്ചു ഇവരും തന്നെ പുറത്ത് വെച്ചേക്കുന്ന മോളിനകത്ത് വെച്ചോളൂ ഇത്രയും വിലയാണെങ്കിൽ. പിന്നെ ഭാരതീയ സിറ്റിയിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് വരാൻ ബഗ്ഗി സർവീസ് ഉണ്ട് കേട്ടോ ഇവർക്ക്. പിന്നെ മോളിൽ കയറി എൻ്റെ സ്ഥിരം പരിപാടി വാഷ്റൂമിൽ പോവുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഞാനൊന്നും തേച്ചില്ല, ജന്മനാ എന്റെ ഭംഗിനിയാ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർക്ക് അസൂയ അല്ലേ? പിന്നെ മോളിൽ പോയാൽ ഒരിക്കലും തെറ്റിക്കാത്ത ഒരു ആചാരമുണ്ട് എനിക്ക്. ട്രയൽ റൂമിൽ കയറുക, ട്രയൽ ചെയ്യുക. അങ്ങനെ അധികം വിലയില്ലാത്തൊരു സാധനം നോക്കി അവിടുന്ന് അത് വാങ്ങി ഇറങ്ങി. പിന്നെ ഒരു കാര്യം, ടാറ്റ എംപ്ലോയീസായ ഞങ്ങൾക്ക് സ്റ്റാർബക്സിൽ ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ എനിക്ക് സ്റ്റാർബക്സ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ കുറച്ച് നേരത്തെ വായനോട്ടമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ മലയാളികളുടെ സ്റ്റാർബക്സിൽ കയറി ഒരു ചായ അടിക്കാണ്ട് എങ്ങനെയാണ് പോവുക? ഇല്ല ചേട്ടാ, ഐ ഡോണ്ട് ഗിവ് അപ്പ്. ഒരു ചൂട് ചായ പോരട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും സേഫ് ഫ്ലൈറ്റ്സ് ആൻഡ് കീപ് സ്മൈലിംഗ്.